ഞാൻ പറഞ്ഞല്ലോ, CPM-ന്റെ എന്നും ഒരു കറവ പശുവാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. 3 ഡിസ്റ്ററിയും 3 ബ്രൂവറിയും 1 ഡിസ്റ്ററിയും അനുവദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ എതിർത്തത് കാര്യകാരണ സഹിതമായിരുന്നു. അത് മനസ്സിലാക്കിയിട്ടാണ് മദ്യനയത്തിൽ ആദ്യം മാറ്റം വരുത്തുന്നു, ക്യാബിനറ്റിൽ കൊണ്ടുപോകുന്നു, ക്യാബിനറ്റ് തീരുമാനിക്കുന്നു. അപ്പോൾ ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ്, പാർട്ടി നടത്തിയ ഒരു വലിയ അഴിമതിയാണ്. അതിന് ടെൻഡർ വിളിക്കണ്ടേ? മറ്റ് കമ്പനികളുണ്ടോ എന്ന് അറിയണ്ടേ? ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? അല്ല, ഇങ്ങനെയൊരു പദ്ധതി തുടങ്ങുമ്പോൾ കേരളത്തിൽ പണ്ട് അച്യുതമേനോൻ ഗവൺമെന്റ് കാലത്ത് ടെൻഡർ വിളിച്ചിരുന്നു. അന്ന് ധാരാളം ആളുകൾ അപ്ലൈ ചെയ്തു. 5 കമ്പനിയെ മാത്രം ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. വലിയ തർക്കങ്ങളുണ്ടായി ആ സമയത്ത്. അന്ന് പിന്നെ എന്തിനാ വിളിച്ചത് ടെൻഡർ? ഇത് 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എലപ്പുള്ളി പഞ്ചായത്തിൽ ഈ ശാസ്ത്രീയ പഠനം നടത്തിയിട്ടുണ്ടോ ഇവിടെ വെള്ളം കിട്ടുമെന്ന്? വാട്ടർ അതോറിറ്റി പറയുന്നു കിട്ടുന്നില്ല എന്ന് പറയുന്നു. 2, ഈ കമ്പനിയെ മാത്രം എങ്ങനെ തിരഞ്ഞെടുത്തു? ഇന്ത്യയിൽ ഈ കമ്പനി മാത്രമേ ഉള്ളൂ. ഇവർ പറയുന്നതനുസരിച്ച് ഈ കമ്പനി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അല്ല, ഒന്നല്ല, ആരോരും അറിയാതെ ഈ കമ്പനിയെ മാത്രം വിളിച്ച് അവർക്ക് ഉത്തരവ് കൊടുക്കുകയാണ് ചെയ്തത്. നേരത്തെ ഇത് തന്നെയാണ് ചെയ്തത്. ഞാൻ 3-4 ഡിസ്റ്ററീസിന്റെ പേര് പറഞ്ഞല്ലോ. നിലവിൽ പോലും ഇല്ലാത്ത കമ്പനികളെ കടലാസിൽ അപേക്ഷ വാങ്ങി അവർ ഓർഡർ കൊടുക്കുകയാണ് ചെയ്തത്. അന്നത് പിൻവലിക്കേണ്ടി വന്നില്ലേ? അതുപോലെ ഇതും പിൻവലിക്കേണ്ടി വരും. കേരളത്തിലെ ജനങ്ങളുടെ രോഷത്തിന് മുമ്പിൽ ഈ സർക്കാരിന് പിൻവലിക്കേണ്ടി വരും. അഴിമതി സാമ്പത്തിക അഴിമതി തന്നെ. അല്ല പിന്നെന്തോ അഴിമതി? അല്ല പിന്നെന്തോ അഴിമതിയാ? അതും ആ പാർട്ടി വാങ്ങിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ്. അല്ല, അത് വരട്ടെ. അഴിമതി എത്ര ഉണ്ടെന്നൊക്കെ ഇതുകൊണ്ട് തീരുന്നില്ലല്ലോ. ഇനി പറയാം നമുക്ക്.